ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനും എമ്മിവാവയും വ്ളോഗിൽ വന്നിരിക്കുകയാണ്. എമ്മിവാവേ ഹായ് ഗായ്സിന് ഹായ്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളെ പരിപാടി എന്താണെന്ന് വെച്ചാൽ രാവിലെ എണീക്കുക, പാല് കുടിക്കുക, കിടന്നുറങ്ങുക, പിന്നെ എണീച്ച് കുറച്ച് കരയുക അല്ലേ, പിന്നെ ഉറങ്ങുക. കുറേ ഉറക്ക് കുറവാ അല്ലേ. എന്നിട്ട് രാത്രി ഒരു 2 മണി വരെ ഇങ്ങനെ കരയുകയൊക്കെ ചെയ്യുക. എന്നിട്ട് 3 മണിക്ക് ഉറങ്ങുക, 6 മണിക്ക് എണീക്കുക അല്ലേ. അങ്ങനെയാണ് നമ്മൾ അങ്ങനെയാണ് ഇന്ന് ചിന്തരാ എമ്മിയാവേ. ആ അതാരാ കാണുന്നേ എമ്മിയാവേ, ഞാനത്. അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. എന്നോ ഇനി ഒരു 5-6 കോയക്കട്ട കമിത്തുന്നുണ്ടല്ലോ. ആ ജമീലച്ച നല്ലോണം ഇട്ടാ നിക്കില്ലേ. അപ്പൊ ഇവിടെ നമ്മളെ ഹെൽപ്പിനും മറ്റുമായിട്ട് ജമ്മു ഉണ്ട് കേട്ടോ. ജമ്മു നമ്മളെ ഒരു അതാ ജമീല എന്നാണ് പേര്, ജമ്മു എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പോൾ ജമീല ഒന്നും ഉണ്ടാക്കിക്കൊന്നുമില്ല. ഇത് ഞാൻ രാവിലെ എണീച്ച് ഉണ്ടാക്കിയതാ. വെക്കട്ടെ. എന്താ കറിയോ? കറി പിന്നെ ജമീല ഉണ്ടാക്കിയതാണെങ്കിലോ 3-4 ദിവസം മുമ്പ് ഉണ്ടാക്കിയല്ലേ. ജമീല എൻ്റെ സൗണ്ടൊന്നും ഇതിൽ കേൾക്കുകയില്ല, ആളെയും കാണുമല്ലോ കേട്ടോ. ഫോൺ എടുക്കുമ്പോൾ ജമീൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരക്കം പാച്ചലായിരിക്കും. അല്ലോ എന്നെ കിട്ടല്ലയോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പ്രശസ്തി ആഗ്രഹിക്കാത്ത ഒരാളാണ് കേട്ടോ. ഓക്കെ, പിന്നെ വേറെ പ്രത്യേകിച്ച് പറയാന്ന് വെച്ചാൽ രാവിലെ തന്നെ ഒരു നാടൻ മുട്ട ഇവിടെ പൊങ്ങി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു കഷ്ണം ഇല്ലായപ്പോയിക്ക് ജമ്മു ബാക്കി നിങ്ങൾ തന്നെയാ. ഇതെന്താ ഒരു കഷ്ണം ഇങ്ങനെ ഇല്ലേ? സത്യം പറ, കോയക്കട്ടയെ ഉരുണ്ടിട്ട് മുട്ട ഉരുണ്ടിട്ട് മുട്ട നയിച്ചിട്ട് കോയക്കട്ടയെന്ന് പറഞ്ഞാൽ അതിലെടുത്തിട്ട് നിങ്ങള് കക്കാ ഇതിൻ്റെ ഉള്ളിൽ ഇത് നോക്കോട്ടെ. അപ്പോൾ ഗൈസ് ഉടനെ തന്നെ ഇതിൻ്റെ വീഡിയോ പറയുന്നതായിരിക്കും കേട്ടോ. ഇതെന്താണെന്നുള്ള ഇതിൻ്റെ മുതലാളിമാർ വിളിച്ചീനും പറഞ്ഞു തരാമെന്ന് എനിക്ക്. ഇതിൻ്റെ പോലെ ബ്രാൻഡിങ് ഒക്കെ ഏകദേശം കഴിയാനായി. എന്നാൽ ഞാൻ പോട്ടെ, ഇന്നൊന്നും ഇപ്പോൾ ഒന്നും തീരല്ലോ, സമയം പിടിക്കുമല്ലോ. അവനെയും കൊണ്ട് ഞാൻ ഓഫീസിൽ പോവുക. ഇല്ല, ഞാള് പോവുക. അത് എനിക്ക് 3-4 പെണ്ണുങ്ങൾക്ക് പറ്റിയ വരന്മാരെ കണ്ടെത്താനുണ്ട്. ഞാൻ അതിന് പോവാ. ആയിക്കോട്ടെ, എന്നാ ശരിയേ. നമ്മൾ ഓഫീസിലേക്ക് ഒരു മുസല്ലമാണേനും. അപ്പോൾ അവിടെ വരുന്നവർക്ക് നിക്കരിക്കാനും കാര്യമെല്ലാമായിട്ട്. അപ്പോൾ ജമീല പറയാ യൂട്യൂബിൽ അങ്ങ് പറഞ്ഞാൽ നല്ലത് കിട്ടുകയല്ലേ, എന്തിനാ വെറുതെ വാങ്ങുന്നത്. ഇപ്പോൾ ജമ്മുവിൻ്റെ അഭിപ്രായത്തിനാണ് കേട്ടോ നമ്മളിതിൽ പറയുന്നത്. നല്ല മുസല്ല ഉണ്ടെങ്കിൽ കൊണ്ടുവരിക. എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ നല്ല കൊണ്ടുവന്നാൽ ഇവിടെയുള്ള അങ്ങ് എനക്ക് വന്നിട്ട് ജമ്മുവിനെ തടിച്ചു മാറ്റേണ്ട പരിപാടി അങ്ങനെ എന്തോ ആയിരിക്കും. നോക്കുക, എന്നാലും സാരമില്ല ഇല്ലേ. ഇന്ത്യ ആരാ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ആരാ ഈ ജമീല, ഇവനെ എന്താന്ന് ഈ പറയുന്നതെന്നൊക്കെ കുറച്ച് ആൾക്കാർ. ജമീല എന്ന് പറഞ്ഞാൽ ഒരു 45-ഓട് അടുത്തുള്ള ഒരു സ്ത്രീയാണ്. 45 അല്ല 50? എന്തായാലും ഒരു 50-ന്റെ അടുത്തുണ്ടാകുമായിരിക്കും. അപ്പോൾ മൂപ്പര് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ കണ്ടുമുട്ടിയത് എന്ന് പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ ബീച്ചിൽ ഇങ്ങനെ കടലയൊക്കെ വാങ്ങാൻ പോയപ്പോൾ അവിടെ ഇങ്ങനെ ഒരു പാവം ഒരു സ്ത്രീ ഇരിക്കുന്നു. അപ്പോൾ ഞാനും മിന്നും ചോദിച്ചു, പോരുന്നോ ഞങ്ങളെ കൂടെ നിങ്ങളെ വീട്ടിലേക്ക്. അപ്പോൾ അങ്ങനെ കൂട്ടിക്കൊണ്ടുവന്നാണ്. ഈ സാൾട്ട് ആൻഡ് പേപ്പർ പടത്തിൽ പിന്നെ ഇവ നല്ല മറ്റേ ഇതുണ്ടാക്കുന്നൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നവരെ കൂട്ടിക്കൊണ്ടുവരുന്നില്ലേ, അതുപോലെ. അപ്പോൾ ഞങ്ങൾ കൂട്ടുമ്പോൾ വിചാരിച്ച് നല്ലൊരു അടിപൊളി ഫുഡൊക്കെ ആയിരിക്കും. അടിപൊളി ഫുഡൊക്കെയാണ് കേട്ടോ. പക്ഷെ ലേശം പുളീൻ്റെ ഒരു അസ്കിതയുണ്ട്. അതായത് ആവശ്യമില്ലാണ്ട് പുളിയാട്ടിടും കറിയിൽ. ഇപ്പം ഞാൻ പറഞ്ഞത് മാറ്റിയിട്ടുണ്ട്. വേറെ തരക്കേടില്ല, ആൾ ഓക്കെയാണ്. നല്ല ഇവിടുത്തെ എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടാണ്. നമ്മളെ ചളിയടിയെല്ലാം പറഞ്ഞാൽ ഇങ്ങനെ കക്കാന്ന് തന്നെ ചിരിക്കൂ. അങ്ങനെയൊക്കെ ആയിട്ട് മൊത്തത്തിൽ സപ്പോർട്ടീവായിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ നമുക്ക് വലിയൊരു ആശ്വാസമാണ് ജമ്മു. ഇവിടുത്തെ ഇപ്പോൾ ഞാൻ പുറത്തേക്കൊക്കെ പോകുമ്പോൾ മിന്നുവിൻ്റെ അടുത്താക്കി പോകുമോ, അല്ലെങ്കിൽ ഒരു എവിടെയെങ്കിലും ഇങ്ങനെ ദൂരത്തൊക്കെ പോകുമ്പോൾ ഇവരിവിടെ ആക്കി പോയാൽ എനിക്ക് സമാധാനമായിട്ട് പോവാം. ഇല്ലെങ്കിൽ ടെൻഷൻ ആയിരിക്കുമല്ലോ. എൻ്റെ വാവ് എൻ്റെ ആക്കിനാണ്, എൻ്റെ മിന്ന എൻ്റെ ആക്കിനാണ് എന്നുള്ള ടെൻഷൻ ഉണ്ടാവില്ല. എന്താടാ വാപ്പി വീഡിയോ ഒക്കെ ഇട്ടതാ, അതൊന്നും ഇപ്പം ഇല്ല. അങ്ങനെയുള്ള ഇതാ. അപ്പോൾ അത് കണ്ടിട്ട് വേറെ ഇങ്ങനെ ആരെങ്കിലും നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും വീട്ടിൽ നിൽക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ എന്ന് കുറേ ആൾ ചോദിച്ചു, നമ്മളെ സുഹൃത്തുക്കളൊക്കെ. അങ്ങനെ ആരെങ്കിലും പിന്നെ വീട്ടിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. ഞാൻ നിങ്ങൾക്ക് നമ്പർ തരുന്നുണ്ട്. വേറെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കൊക്കെ ആളാവശ്യമുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. ഓക്കെ, അതാണ് ജമ്മു. ഇനി അടുത്ത വീഡിയോയിലൊക്കെ ജമ്മു ജമീല എന്നെല്ലാം പറയും. അതാരാനെ ഇനി വേറെ കെട്ടിയോ എന്നൊന്നും വിചാരിക്കണ്ട. ഓക്കെ, അത് ഇവിടുത്തെ നമ്മളെ
ഇത്തയാണ്. ഓക്കെ, ജമ്മു എന്നുള്ള ഇനി ഡീറ്റെയിൽസ് പറയാലോ കേട്ടോ. എന്തെന്ന് ഇന്നെന്താ പറഞ്ഞേ? അപ്പോൾ അത്രയാണ് കേട്ടോ. അപ്പൊ ഗൈസ് ജമീല എൻ്റെ അവിടെ 2 ഗസ്റ്റ് വന്നിക്ക്. ഇപ്പൊ നമ്മൾ അടുത്തേക്ക് പോവുകയാണ്. ഇല്ല പിന്നോ ഇന്ന് ആടുന്നാണ് എന്തെങ്കിലും എന്താ എൻ്റെ അമ്മയാവേ ഇനി ജമീലായിട്ടാൻ്റെ ആരെ പോനമ്മ എന്ത് ആ കൂട്ടിക്കൊണ്ടുപോവുക. ഇനിയിപ്പോ ഉണ്ടാക്കിക്കില്ല ബാക്കി ആട് നോക്കാം അല്ലേ. തലക്കാണി എടുക്കണോ ആടെ വെക്കുന്നു ഇന്ന് ഇന്റെ നമ്മള് പോവാ പോവാ. ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ 3-4 ദിവസം കൂടിയിട്ടാണ് ഒരു വീഡിയോ കംപ്ലീറ്റ് ആക്കുന്നത്. കാരണം ഞാൻ ഇങ്ങനെ പോവുകയാണ്, ഇങ്ങനെ ദേശങ്ങൾ താണ്ടി കല്യാണത്തിന് വേണ്ടി അലയുകയാണ്. അപ്പോൾ ഈ വീഡിയോ നമ്മളെ ചാനൽ എടുക്കാനാകുന്നില്ല. ഞാനിത് മിന്നുവിന് വിട്ടുകൊടുത്താലോ എന്നായി ചാനൽ. അപ്പോൾ ഇന്നലെ ജമീലാണ് ഇവിടെ നിർത്തിയതാ. ജമീൽ ഇന്നലെ ഉറങ്ങിക്കൊന്നും ഇല്ലാന്ന് തോന്നുന്നു. കാരണം കുഞ്ഞെ ഇങ്ങനെ കരഞ്ഞിട്ട് ഒരു എന്താ പറയുക ആവിയെല്ലാം ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാനവിടെ പോകുമ്പോൾ ഇവിടെ നിർത്തലാണ്. അപ്പോൾ ഇന്ന് കുറേ ദോശയല്ല ഇവിടെ ചുട്ട് വെച്ചിക്ക്. ഇതെൻ്റെ വയറ് കണ്ടിട്ടായിരിക്കും ഇത്രയും ദോശ ഇട്ടോ. ഇത് ജമീൽ ഉണ്ടാക്കിയ ഒരു വെറൈറ്റി സാധനമാണ് കേട്ടോ ഇത്. അതായത് മറ്റേ ഓയിലെല്ലാം തേക്കാൻ വേണ്ടിയിട്ട് ഇതെങ്ങനെ ഉണ്ട്. തീറ്റാ സാധനമാണ്. ജമീൽ ഹോൾസെയിലായിട്ട് ഉണ്ടായിത്തരും. ഒന്നിന് വെറും 30 രൂപ കൊടുത്താൽ മതി. നമ്മളൊരു പുതിയ സംരംഭമായിട്ട് ഇത് നമുക്ക് കൊണ്ടുപോകാം അല്ലേ. വെറൈറ്റി അല്ലേ. ഒരുപാട് ആൾക്കാർ നിങ്ങളിങ്ങനെ ഇത് തേക്കുന്ന ഉണ്ടാക്കുമായിരിക്കും. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഒരു പിടിയെല്ലുണ്ട് കണ്ടോ. നല്ല വെളുത്ത ഒരു പിന്നെ തുണിയെല്ലാം കൊണ്ട് ഇങ്ങനെ ഒരു പിടിയെല്ലാം ഉണ്ടാക്കിയിട്ട് ജമ്മുവിൻ്റെ സ്പെഷ്യലായിട്ടാണ്. നമുക്കിത് മാർക്കറ്റിൽ ഇറക്കാം. കാരണം എല്ലാവരും പ്ലാസ്റ്റിക്കിൻ്റെ ഇതെല്ലാം ഉപയോഗിച്ച് ഓയിൽ തേക്കുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് മാരകമായ അസുഖങ്ങൾ വരും. ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ നേച്ചുറലായിട്ടുള്ള ഒരു പിന്നെ ഇതിനൊരു പേരിടണമല്ലോ അല്ലേ. എണ്ണ പുരട്ടി എന്നിട്ടാലോ കോക്കനട്ട് എണ്ണ പുരട്ടി, അതാണ് ഇതിൻ്റെ പേര്. വെറും 30 രൂപയേ ഉണ്ടാവും. നമുക്ക് ഹോൾസെയിലായിട്ട് ഇത് ഇറക്കിയാലോ. ഇതെത്ര മാസം എത്തൂ ജമീല? ഇനിയിപ്പോൾ ജമീലയെ എന്നെ ഒന്ന് കാണണ്ടീനു എന്നുള്ള കമൻറ്റിൽ നിരോധിച്ചിക്ക്. കാരണം യൂട്യൂബിൽ വന്നാൽ ജമീലാനെ മൊയ്ജല്ലു എന്നാണ് പറഞ്ഞത് മൂപ്പർ. അപ്പോൾ യൂട്യൂബിലൊന്നും വരികയല്ല. ഇവിടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യൂ. അല്ലാണ്ട് യൂട്യൂബിലേക്ക് ഒരാളല്ല അത് എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഇതിലൊന്നും നമ്മൾ കാണിക്കുകയല്ല. ഇന്നെന്താ നോക്കുന്നേ? ഇന്നെന്താ രാവിലെ തന്നെ നോക്കുന്നേ? എന്താ ഇല്ല അല്ല 2 ചാനൽ കാണും. എമി ആൻഡ് മിന്നു അല്ലേ. നിങ്ങൾക്ക് വിട്ടു തരട്ടെ. ഓക്കെ, എൻ്റെ ബാധ്യതകളും അതൊക്കെ നിങ്ങളെ ഏൽപ്പിക്കട്ടെ. എന്താ ഇതിൽ കിട്ടിയിട്ട് അടക്കുന്ന ലോണുകളും ബാധ്യതകളൊക്കെ നിങ്ങളെ ഏൽപ്പിക്കാം. നിങ്ങൾ 2 കൂടി ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണം. നിങ്ങൾ 2 കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കേട്ടോ. വാപ്പി കല്യാണം കഴിപ്പിക്കാൻ ഇറങ്ങാ. ഇനി കൊണ്ടുപോവോ? ഇനി അല്ല പാട്ടൊക്കെ പാടണോ? ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല. നമ്മൾ രക്ഷപ്പെടണ ഇനി 2 പാട്ടൊക്കെ പാടണം. അത് ഇംഗ്ലീഷ് അല്ലേ, മലയാളം പാടണോ? എന്റെ മിണ്ടാറ്റ ഇനി എന്റെ മിണ്ടാറ്റെ നീ ചായ വെച്ചിക്കോ. ഈ ദോശ വാനോ മാമ വാനോ ഏതാ? ആ അവന് പിന്നെ നാണാണ്. ഞാനാനുണ്ടോ ഇന്റെ. അപ്പോൾ ജമീല ചുട്ട നല്ല നാടൻ ദോശയാണിത്. ഇതിൻ്റെ നടുവിലായിട്ട് കുറച്ച് ഹോൾസ് കണ്ടോ, അത് പ്രത്യേകമായിട്ട് ഉണ്ടാക്കി വെച്ചാണ് കേട്ടോ. എല്ലാ ദോശകൾക്കും നമുക്ക് ഇത് കാണാനാകും. അല്ലാണ്ടല്ലേ വെറൈറ്റി ഒരു സാധനം അത്. അപ്പോൾ ആരും മറക്കണ്ട, ഇത് ഓർഡർ ചെയ്യേണ്ട നമ്പർ താഴെ കൊടുക്കാം. ഓക്കെ, അഡ്വാൻസ് പേയ്മെൻ്റ് ആയിരിക്കും കേട്ടോ. ആദ്യം അങ്ങ് അയച്ചിട്ട് പിന്നെ പൈസ തരുമെന്നൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, എന്താ ശരിക്കും പുറത്തൊക്കെ ഇത് ഇറക്കാം. തേങ്ങയും ചക്കക്കുരു വരെ ഓരോ ലുലു മാളിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ശരിക്കും മാർക്കറ്റിൽ എത്തിക്കാൻ പറ്റിയ പ്രൊഡക്റ്റ് ആണ് ഇത്. കാർ ഇങ്ങോട്ടായി തരാം. ഇപ്പം ഇതെന്തല്ല ഇവിടെ ഇന്നലത്തെ ഉപ്മാവ്, മെഞ്ഞാത്ത ബിരിയാണി ഇല്ല. ഇന്നലെ ഉപ്മാവേനു രാത്രിയാ.
അല്ല സാൾട്ട് മാംഗോ ട്രീ അല്ല ഉപ്മാവും മത്തിക്കറിയും നല്ല കോമ്പിനേഷനാ. അതുകൊണ്ട് വെച്ച് കഴിക്കില്ല ഇനി. ജമീലാൻ്റെ കുടുംബക്കാരൻ ഗൾഫിൽ പോകുന്നുണ്ട്. അടുത്ത കുടുംബ. അപ്പോൾ ജമീൽ അവിടെ പോകണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു കൊടുത്തിയാ പണ്ട് നമ്മുടെ നാട്ടിലൊന്ന് സംഭവിച്ചിരിക്കുന്നു. ഒരു മോൻ ഗൾഫിൽ പോകുമ്പോൾ ഒരു ഉമ്മാമ പറഞ്ഞു, മോനെ ഇനി ഒന്നും ഇല്ലാണ്ട് പോയ പോലെ തന്നെ ഇങ്ങ് പോരണേന്ന്. കറക്റ്റ് ഒരു മാസം കഴിയുമ്പോൾ ആ ഇട്ട ഡ്രസ്സോട് കൂടി ഓൻ തിരിച്ചിങ്ങി പോരേലെത്തേക്ക്. അതുപോലെ പോകുന്നേരം ഇനി ഒന്നും ഇല്ലാണ്ട് അങ്ങനെ തന്നെ ഇങ്ങ് പോരണേന്നൊന്നും പറഞ്ഞു വിടണ്ടായിരുന്നു. അറം പറ്റിപ്പോവും. തന്നെ ഈ വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ എത്രയോ ദിവസങ്ങൾ എടുത്തിട്ട് ഒരു 10 മിനിറ്റ് വീഡിയോ ഉണ്ടാക്കുവാനുള്ള അല്ലെ എന്താ ചെയ്യുക. നിങ്ങൾക്ക് കാണാൻ നിങ്ങൾ വേറെ ഏതോ ചാനലിലൊന്നും ആയിപ്പോല്ലേ. ഞങ്ങൾ ഇടക്കിടക്കെല്ലാം വരുന്നുണ്ട്. ഇപ്പോൾ ഞാനിനിയിപ്പോൾ ഇത് മിന്നുവിനങ്ങ് ഏൽപ്പിച്ചാലോ. അവളെ ഏൽപ്പിക്കണമെങ്കിൽ ഇപ്പോൾ ഈ ഫോണ് വേറെ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആരടുത്തെങ്കിലും സെക്കൻഡ് ഹാൻഡ് ഐഫോൺ ഉണ്ടേ പറയും, ചെറിയ വിലക്ക് ഞാൻ എടുത്തോളാം. അല്ലേ ഇന്നോ? എന്താ ബാധ്യതയും ഈ ഐഫോൺ എൻ്റെ ബാധ്യതകൾ ഓളെ ഏൽപ്പിച്ചിട്ട് വേണം എനിക്ക് കല്യാണത്തിന് വേണ്ടി അങ്ങ് ഇറങ്ങാൻ. എന്താ കിട്ടുന്ന ഇഞ്ഞെടുത്ത ബാധ്യത കഴിഞ്ഞിട്ടുള്ള. ഇവള് കണ്ട അപ്പൊ ഇവക്ക് കോൺഫിഡൻസ് ഇല്ല. അപ്പൊ ഞാൻ ഇത്രയും കാല ബാധ്യതയും കൊണ്ട് നടന്ന എങ്ങനെയാണോ ഇനി ഒന്ന് അറിയണം. ഇനി കുടുംബസ്ഥയല്ലേ.